ഇന്ത്യൻ ഫുട്ബോളിനൊട്ടും പരിചിതനല്ലാത്തൊരു പരിശീലകനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്തവണയും സ്വന്തമാക്കിയത്. സ്വീഡനിൽ നിന്നുമുള്ള മിഗേൽ സ്റ്റാറെ. ഇന്ത്യൻ സൂപ്പർ ലീഗിലെത്തുന്ന ആദ്യ സ്വീഡിഷ് പരിശീലകനാണ് സ്റ്റാറെ. 46-കാരനായ സ്റ്റാറെ 2 വർഷത്തെ കരാറാണ് ബ്ലാസ്റ്റേഴ്സുമായി ഒപ്പിട്ടിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ സ്വന്തമാക്കാൻ കഴിയാത്ത ISL കിരീടം നേടിക്കൊടുക്കാൻ സ്റ്റാറയ്ക്ക് കഴിയുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. മോശക്കാരനല്ല സ്റ്റാറെ. സ്വീഡിഷ് ലീഗിൽ AAK ക്ലബ് 1 പതിറ്റാണ്ടിനു ശേഷം കിരീടം ചൂടിയപ്പോൾ തന്ത്രങ്ങൾ ഓതിയത് സ്റ്റാറയായിരുന്നു. ആ വർഷം ലീഗ് കിരീടത്തിനൊപ്പം തന്നെ 2 ട്രോഫികളും അദ്ദേഹം AAKയുടെ ഷെൽഫിലെത്തിച്ചു. തുടർന്ന് ഗ്രീസിൽ പാനിയോസിനൊപ്പം ചേർന്നു. അല്പകാലം മാത്രം നീണ്ട ആ സഹവാസം അവസാനിപ്പിച്ച് അതിവേഗം സ്വീഡിഷ് ലീഗിലേക്ക് തന്നെ മടങ്ങിയെത്തി. 2016 ലോണിലെത്തി BK ഹാക്കനെ സ്വീഡിഷ് ലീഗിലെ 10ാം സ്ഥാനത്ത് നിന്നും 4ാം സ്ഥാനത്തേക്ക് ഉയർത്തിയതും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയ നേട്ടം. തുടർന്ന് ചൈനീസ് ലീഗിൽ ഡാലിയൻ യുഫാങ്, അമേരിക്കയിലെ മേജർ സോക്കർ ലീഗിൽ സാൻജോസ് എർത്ത്ക്വേസ്, നോർവീജിയൻ ലീഗിൽ സാർസ്ബർഗ് എന്നീ ടീമുകളെയും പരിശീലിപ്പിച്ചു. ചൈനയിൽ ഡാലിയൻ യുഫാങ്ങിനെ 2ാം ഡിവിഷൻ ലീഗിൽ 3ാമതെത്തിച്ച അദ്ദേഹത്തിന് ഫസ്റ്റ് ലെവൽ ലീഗിലേക്കുള്ള യോഗ്യത നേരിയ വ്യത്യാസത്തിനാണ് നഷ്ടമായത്. ഏറ്റവും ഒടുവിൽ തായ്ലാൻഡ് ക്ലബ് ഉത്തയ് താനിക്കൊപ്പമായിരുന്നു. തായ് പ്രീമിയർ ലീഗിൽ 12 തോൽവിയും 8 സമനിലയും 9 വിജയവുമായി ഉത്തയ് താനി ലീഗിൽ ഫിനിഷ് ചെയ്തതാകട്ടെ 7ാമതായി. 2 പതിറ്റാണ്ടോളമായി കോച്ചിങ് കരിയറുള്ള സ്റ്റാറയ്ക്ക് യൂറോപ്പ്, അമേരിക്ക, ഏഷ്യ എന്നീ 3 വൻകരകളിൽ പ്രവൃത്തി പരിചയമുണ്ട്. ഒരു ക്ലബിനൊപ്പം തന്നെ ദീർഘകാലം തുടർന്ന പരിചയം അദ്ദേഹത്തിനില്ല. നിറയെ പ്രതീക്ഷകളുമായി ഏഷ്യയിൽ തന്നെ എൻ്റെ കോച്ചിങ് കരിയർ തുടരാനാകുന്നതിൽ സന്തോഷമുണ്ട്. ഈ മനോഹര ഭൂഖണ്ഡത്തിലെ എൻ്റെ 3ാം രാജ്യം ആകാംക്ഷയുണ്ടാക്കുന്നു. ഇന്ത്യയിലേക്ക് ഉടൻ തന്നെ വന്ന് എല്ലാവരെയും കാണുന്നതാണ്. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇതായിരുന്നു. മാരത്തോൺ ചർച്ചകൾക്കും ഒരുപാട് അഭിമുഖങ്ങളും പിന്നിട്ടാണ് പുതിയ കോച്ചിനെ എത്തിക്കുന്നത് എന്നാണ് ബ്ലാസ്റ്റേഴ്സ് സ്പോർട്ടിംഗ് ഡയറക്ടർ നൽകുന്ന വിശദീകരണം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.